ശ്രീജിത്ത്, അതിൽ പ്രത്യേകമായി ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, അതായത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാടുകൾ നമുക്കറിയാം, സിനിമയ്ക്ക് അവർ എതിരാണ്. ഇതിനു മുൻപ് മറ്റൊരു സിനിമാ നടനെയും ഇത്തരത്തിൽ ആദരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായി അവരുടെ ഒരു അജണ്ട പ്രകാരമാണ് മോഹൻലാലിനെ ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി തന്നെ ഇത്തരത്തിൽ മോഹൻലാലിനെ ആദരിച്ചതാണ് എന്നുള്ള തരത്തിലാണ് ആ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു കേരളത്തിലെ ഒരു മാധ്യമം നടത്തുന്ന പരിപാടിയിൽ കേരളത്തിലെ മലയാളിയായ ഒരു നടൻ പങ്കെടുത്തതിനെ ഈ രീതിയിൽ അവർ വ്യാഖ്യാനിക്കുന്നത് ഏറെ ഗുരുതരമല്ലേ? തീർച്ചയായും വളരെ ഗുരുതരമാണ് ഈ ആരോപണം. ചെറുതല്ല ഈ ആരോപണം എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് പോലെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോകുമ്പോഴുള്ള ആരോപണങ്ങളല്ല. അതിലെടുത്ത് പറയുന്നത് യാഥാസ്ഥിതിക നിലപാടുകൾക്കും സിനിമയോടുള്ള എതിർപ്പിനും പേരുകെട്ട ജമാഅത്തെ ഇസ്ലാമി ഇതിനു മുമ്പ് ഒരിക്കലും ഒരു സിനിമാ നടനെ പോലും ആദരിച്ചിട്ടില്ല. ആ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. കേവലം ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു പ്രത്യേക അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രപരമായ നടപടിയായാണ് മോഹൻലാലിനെ ക്ഷണിച്ചിട്ടുള്ളത് എന്നാണ്. വളരെ ഗൗരവകരമായ, വളരെ ഗുരുതരമായ ആരോപണം, വളരെ വിവാദപരമായ ആരോപണമാണ് ഓർഗനൈസറിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. മോഹൻലാലിനെ ക്ഷണിച്ചത് വലിയ സംശയം ബലപ്പെടുത്തുന്നു. അത് ഒരുപക്ഷെ ഒരു ദുരൂഹതയ്ക്ക്, അല്ലെങ്കിൽ മോഹൻലാലിനെ ഒരു ചോദ്യമുനയിൽ, മോഹൻലാലിനെ ഒരു ദുരൂഹതയുടെ മുനയിൽ നിർത്താൻ പോലും ഈ ലേഖനം തയ്യാറാകുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ മോഹൻലാൽ സ്വീകരിക്കുമോ? ബഹുമതികൾ ഈ സംഘടനയിൽ നിന്ന് മോഹൻലാൽ സ്വീകരിക്കുമോ? ഇങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ ഇനി പാകിസ്ഥാനിൽ നിന്നൊരു സംഘടന മോഹൻലാലിനെ ക്ഷണിച്ചാൽ മോഹൻലാൽ പോകുമോ എന്നൊരു ചോദ്യം പോലും, അത് വലിയ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഗൗരവകരമായ വരികൾ എഴുതി പിടിപ്പിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ആ വിവാദവും ആ ലേഖനവും അങ്ങനെ തന്നെ പോകുന്നത്. എമ്പുരാൻ വിവാദത്തിന് ശേഷം മോഹൻലാലിനെ ജമാഅത്ത് ആദരിക്കുന്നു. അതേസമയം രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാടുന്നു. ലഫ്റ്റനന്റ് കേണൽ റാങ്ക് പദവിയുള്ള ഒരാൾ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടുണ്ടോ? ഇതേ സമയം രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാടുമ്പോൾ ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ള ഒരാൾ ഈ സമയത്ത് പോയി ബഹുമതി സ്വീകരിക്കാൻ പാടുണ്ടോ, ആദരവ് സ്വീകരിക്കാൻ പാടുണ്ടോ എന്ന് ചോദ്യങ്ങളാണ്. അതിനുശേഷം അത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തുടക്കത്തിൽ മുതൽ എമ്പുരാനിൽ എന്തെല്ലാം പറഞ്ഞോ, എമ്പുരാനെതിരെ എന്തെല്ലാം പറഞ്ഞോ, എമ്പുരാനിലെ കഥയ്ക്കെതിരെ, എമ്പുരാനിലെ തിരക്കഥയ്ക്കെതിരെ, എമ്പുരാനിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ, എമ്പുരാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എതിരെ പറഞ്ഞതെല്ലാം ഇതിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ മാധ്യമം നടത്തിയ പരിപാടിയിലേക്ക് പോകുന്നത്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടുണ്ടോ എന്ന് ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഘടനകളുമായി മോഹൻലാൽ ബന്ധം പുലർത്തുന്നുണ്ട്. അങ്ങനെ ബന്ധം പുലർത്താൻ പാടുണ്ടോ എന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്തരം ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക വിരുദ്ധതയുടെ മൂലകാരണം എന്നുകൂടി ആവർത്തിച്ചുറപ്പിക്കാൻ ഈ ലേഖനത്തിൽ ശ്രമിക്കുന്നുണ്ട്. അതിൽ മോഹൻലാലിൻ്റെ പേര് ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ലേഖനത്തിൻ്റെ കാതലായി നമ്മൾ മനസ്സിലാക്കുന്നത്. മോഹൻലാലിന് ഇതുമായിട്ടുള്ള ബന്ധം, അതായത് ഈ മോഹൻലാലിന് ഈ സംഘടനയുമായിട്ടുള്ള ബന്ധം പോലും ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതുമാത്രമല്ല, ദേശവിരുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. മോഹൻലാലിനെതിരെ ഇപ്പോൾ ഓർഗനൈസറിൽ ലേഖനം വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. മോഹൻലാൽ ഗൾഫ് മാധ്യമം നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെയാണ് വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി സ്പോൺസർ ചെയ്ത പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തത് ഈ ഒരു സാഹചര്യത്തിൽ ശരിയല്ല എന്നും മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ പദവി ഒഴിയണം എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഓർഗനൈസറിൽ വന്നിട്ടുള്ളത്.